ഹായ് ഫ്രണ്ട്സ്, PCM എഡിറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നേരത്തെ കണ്ട പോലത്തെ 3D പൈവറ്റ് സൂമാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് Capcut എന്ന എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലൂടെയാണ്. ഈ Capcut ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും VPN ആപ്ലിക്കേഷൻസും കൂടെ വേണം. കാരണം Capcut ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സെക്യൂർ VPN എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സെക്യൂർ VPNൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ വരും, ഡിറ്റക്റ്റിംഗ് സെർവർ സിഗ്നൽ സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് Capcut ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മോഡ് APKയുടെ ലിങ്ക്. എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഇൻസർട്ട് ചെയ്യാം. ഞാനിപ്പോൾ മെസ്സിയുടെ 3 ഫോട്ടോ ആണ് ഇൻസർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻസർട്ട് ചെയ്തു. എന്നിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ആ ഫോട്ടോസൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1:1 റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ആ പിക്ചർ സെലക്ട് ചെയ്യുക, എന്നിട്ട് സൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഫില്ലായി വയ്ക്കുക. ഫില്ലായിട്ടുണ്ട്. ഇനി ആ പിക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം താഴത്ത് സ്ക്രോൾ ചെയ്ത് സൈഡിലേക്ക് പോയാൽ സ്റ്റൈലിൽ നിന്ന് കാണാൻ പറ്റും. അത് അലവ് കൊടുക്കുക. അതിൽ സ്റ്റൈലിൽ 3D സൂം പ്രോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ജനറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ 99% കുറച്ച് നേരം നിൽക്കും. ജനറേറ്റിംഗ് ആണ്. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്താൽ കാണാം, ഇങ്ങനെ വരും, പൈവറ്റ് സൂമായി. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. സ്റ്റൈലിൽ പോവുക, 3D സൂം എടുക്കുക, 3D സൂം പ്രോ. ഓക്കെ, എല്ലാത്തിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. സ്റ്റൈൽ എടുക്കുക, 3D സൂം പ്രോ. യെസ്, ഇപ്പോൾ എല്ലാത്തിലും ആയി. കറക്റ്റായിട്ട് സൂം ചെയ്യുക, അല്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങൾ ആ എൻഡിങ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. Capcutൻ്റെ വാട്ടർമാർക്കാണ്, അത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ആ 720pയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 1080p 60 fps ആക്കുക. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു PCM Edits. താങ്ക് യു.